ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അടിപൊളി കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹോം മെയ്ഡ് ഫേസ് വാഷ് ആയിരുന്നു. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഹോം മെയ്ഡ് ഫേസ് വാഷ് ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ്. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ഫേസ് പാക്കെന്നോ ഫേസ് ക്രീമെന്നോ ഒക്കെ പറയാം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ രാത്രിയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് യങ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഓടിപ്പോയി വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് അതേപടി തന്നെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പൊക്കോളും. വാഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇത് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിന് ഡിഫറൻസ് മനസ്സിലാകുക കേട്ടോ. കാരണം കൈ എപ്പോഴും നമ്മൾ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൈ കുറച്ച് ഡാമേജ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരിയാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് പച്ചരി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. പച്ചരി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനൊരു ചെറിയ പീസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നുവെച്ചിട്ട് നമ്മൾ ഈ ഒരു ബീട്രൂട്ടും ആ ഒരു പച്ചരിയും കൂടി ഈ വെള്ളത്തോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു സ്ട്രോബെറി ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന പോലത്തെ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. അപ്പം കുറേ നേരം ഇളക്കി നമുക്കിത് കുറുക്കിയെടുത്തതിന് ശേഷം കാണാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അടിപൊളി കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് കിടു കളറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണേ. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് ആറണം. തണുത്താറിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആറിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 1 സ്പൂണാണ് കേട്ടോ വേറൊരു ബൗളിലേക്ക് എടുക്കുന്നത്. അതിലേക്കാണ് ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. 1/2 സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി.
ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനെസ് മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം, അതിന് ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാം. കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കുറച്ച് ഡാമേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് ചുളിവുകളുണ്ട്, അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ, നമ്മൾ തേച്ച ഉടനെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, അങ്ങനെ കിടന്നുറങ്ങിക്കൊള്ളുക. ഇനി ആർക്കെങ്കിലും നിർബന്ധമുണ്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാം കേട്ടോ. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതുണ്ട്, സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയത് കണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളൊരു 7 days കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് തേച്ച ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് എങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.